ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു കുമ്പളങ്ങ പുളിശ്ശേരിയാണ്. ചൂട് ചോറിനോടൊപ്പം കഴിക്കാൻ വളരെയധികം ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് കുമ്പളങ്ങയാണ് എടുത്തത്. ആ കുമ്പളങ്ങ എടുത്ത് നന്നായിട്ട് അതിൻ്റെ അകത്തുള്ള കുരുവെല്ലാം കളഞ്ഞ് അതിൻ്റെ തോടൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം അതിനെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് അതിലേക്ക് ഇടുക. അതിനുശേഷം ഒരു ടൊമാറ്റോ അതും കട്ട് ചെയ്ത് അതിലേക്ക് ഇടുക. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇതിനെ അടുപ്പിലേക്ക് വയ്ക്കുക. അത് നന്നായിട്ട് വെന്തതിന് ശേഷം ഉപ്പുപൊടി ഇടുക. കഷ്ണങ്ങളെല്ലാം നല്ല വെന്തതിന് ശേഷം ആണ് ഇതിന് വേണ്ടുന്ന കൂട്ട് തയ്യാറാക്കണം. ഒരു മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് കുറച്ച് തേങ്ങയും മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂണ് ജീരകപ്പൊടിയും ഒരു പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അതിനെ അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം ഈ വേവിക്കാൻ വെച്ചിരിക്കുന്ന ഈ കഷ്ണത്തിലേക്ക് ഈ കൂട്ട് ഒഴിക്കുക. കുറച്ച് മിക്സി കഴുകി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതിനകത്ത് ഒന്ന് ഒരുപാട് തിളക്കേണ്ട കാര്യമില്ല, കൂട്ടൊന്ന് അനന്ന് കിട്ടണം. നല്ല കട്ടിയായിട്ടുള്ള തൈര് മിക്സിയുടെ ചെറിയ ജാറിലൊഴിച്ച് അതൊന്ന് കറക്കിയെടുക്കുക. അതിൻ്റെ ചെറിയ ചെറിയ തരിതരിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. അത് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കുക. ഒരു ചെറിയ തീയിൽ മതി, പെട്ടെന്ന് തന്നെ തീ ഓഫാക്കുക, അല്ലെങ്കിൽ തൈര് ഒരുമാതിരി പിരുന്നത് പോലെയാവും. ഈ സമയം ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് ഒന്ന് താളിച്ചൊഴിക്കണം. അതിന് ചെറിയൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുകിടുക. കടുകിട്ട് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 2 ഉണക്കമുളക് പിച്ചിടുക. അതിന് ശേഷം മുളക് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കുറച്ച് ഉലുവയും കൂടെ ഇടുക. ഉലുവ ഇട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അതിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ മോരുകറി, അതായത് പുളിശ്ശേരി, അതിലേക്ക്
ഈ താളിച്ചത് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ അടിപൊളി നല്ല ടേസ്റ്റായിട്ടുള്ള കുമ്പളങ്ങ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.